ഒരു ബസ് കടന്നുപോയി. പിന്നാലെ എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും. ടയർ പൊട്ടിയതാണെന്ന് ആദ്യം കരുതി. എന്നാൽ അതല്ല. തൊട്ടുപിറകെ വെടിയൊച്ചകൾ കേട്ടു. ഭീകരാക്രമണം ആയിരുന്നു. രാജ്യത്തെ നടുക്കിയ ജമ്മുവിലെ ഭീകരാക്രമണം. നഷ്ടപ്പെട്ടത് 5 സൈനികരുടെ ജീവൻ. ജമ്മുവിൽ ജൂലൈ 8-നുണ്ടായത് 2 മാസത്തിനിടെ നടന്ന 6ാമത്തെ ഭീകരാക്രമണം. 2 മാസത്തിനിടയിൽ ആദ്യത്തേത് ജൂൺ 9-ന് ജമ്മുവിലെ റിയാസിയിൽ തീർത്ഥാടകരുടെ ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. ജൂൺ 11-ന് ബാദർവയിൽ സൈനികരുടെ നേർക്ക് ആക്രമണം. 5 സൈനികരും പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു. പിറ്റേന്ന് ജൂൺ 12-ന് ദോഡ ജില്ലയിൽ പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഹെഡ് കോൺസ്റ്റബിളിന് പരിക്കേറ്റു. ജൂൺ 26-ന് നടന്ന ഏറ്റുമുട്ടലിൽ 3 ജയ്ഷെ മുഹമ്മദ് ഭീകരരെ സൈന്യം വധിച്ചു. ജൂലൈ 7-ന് 2 വീണ്ടും ഏറ്റുമുട്ടൽ. 2 സൈനികർ കൊല്ലപ്പെട്ടു. 6 ഭീകരരെ വധിച്ചു. ഏറ്റവും ഒടുവിലത്തേത് ജൂലൈ 8-ന് 5 സൈനികരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ മച്ചേരി മൽഹാർ മലമ്പാതയിലെ ആക്രമണം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം താഴ്വര അശാന്തമാകുമ്പോൾ ഭീകരരുടെ ലക്ഷ്യം കശ്മീർ അല്ല, ജമ്മുവാണ്. എന്തുകൊണ്ട് ജമ്മു? ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയപ്പോൾ മുതൽ ജമ്മുവിലും കശ്മീരിലും സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഭീകര ഭീഷണി കുറവായ ജമ്മുവിൽ കശ്മീരിനെ അപേക്ഷിച്ച് സൈനിക സാന്നിധ്യവും കുറവായിരുന്നു. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്കിൽ തർക്കമുള്ളയിടങ്ങളിൽ സൈന്യത്തെയും അല്ലാത്തയിടങ്ങളിൽ ഇന്തോ ടിബറ്റൻ പോലീസിനെയുമാണ് വിന്യസിച്ചിരുന്നത്. എന്നാൽ ഗൽവാൻ സെക്ടറിലടക്കം ചൈനീസ് ഭീഷണി വർദ്ധിച്ചതോടെ എല്ലായിടത്തും സൈന്യത്തെ തന്നെ നിയോഗിച്ചു. ഇതിനായി സേനാ യൂണിറ്റുകൾ അധികമായി വേണ്ടിവന്നു. കശ്മീരിൽ നിന്നും സേനയെ പിൻവലിക്കാനാകില്ല. പകരം ജമ്മുവിലെ പല സേനാ യൂണിറ്റുകളെയും അതിർത്തിയിലേക്ക് മാറ്റി. ഇതോടെ സൈനികരുടെ എണ്ണം കുറഞ്ഞ ജമ്മു ഭീകരരുടെ പുതിയ ലക്ഷ്യമായി. എന്തുകൊണ്ട് ഇപ്പോൾ? എന്താണ് പുതിയ തന്ത്രം? ഭീകരവാദം ഇപ്പോഴും സജീവം, തങ്ങളെ നിർവീര്യമാക്കാനായിട്ടില്ല എന്ന സന്ദേശം നൽകുക. ജമ്മു കശ്മീർ അടക്കം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് താഴ്വരയിൽ അശാന്തി സൃഷ്ടിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഭീകരാക്രമണങ്ങൾക്ക് കാരണം. തന്ത്രങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഗുഹകളിൽ ഒളിച്ചിരുന്നും സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം പുറത്തു കടന്നുമാണ് നുഴഞ്ഞുകയറ്റം. മുകളിൽ നിന്നുള്ള നിരീക്ഷണത്തിൽ പിടിക്കപ്പെടാതിരിക്കാൻ കട്ടിയുള്ള ഇലകളും മരക്കൊമ്പുകളും മറയായി ഉപയോഗിച്ചാണ് സഞ്ചാരം. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ ഗ്രൂപ്പായ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ നിന്നും വിരമിച്ച സൈനികരാണ് ഭീകരർക്ക് ഇതിനായി പരിശീലനം നൽകുന്നത്. ആഴ്ചകൾക്കിടെ 6 ഭീകരാക്രമണങ്ങൾ. നടുക്കത്തിലാണ് ജമ്മു നിവാസികൾ. 5 സൈനികർ കൊല്ലപ്പെട്ട തിങ്കളാഴ്ചയുണ്ടായ ആക്രമണത്തിന് ശേഷം ജനങ്ങൾ പാകിസ്ഥാനെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങി. പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം എന്ന മുദ്രാവാക്യം ഉയർത്തി ജമ്മു ബാർ അസോസിയേഷന് കീഴിൽ അഭിഭാഷകരും പ്രതിഷേധത്തിന്റെ വഴിയിലാണ്. ലഡാക്കിൽ വിന്യസിക്കാനായി ജമ്മുവിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചതാണ് ഭീകരാക്രമണങ്ങൾക്ക് കാരണമായത് എന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തുണ്ട്. ആരോപണങ്ങളെ പ്രതിരോധിക്കാനും താഴ്വരയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള തിരക്കിട്ട നീക്കങ്ങളിലാണ് കേന്ദ്ര സർക്കാർ. ഭീകരർക്കായുള്ള തിരച്ചിൽ ശക്തമാക്കി. ഒപ്പം നുഴഞ്ഞുകയറ്റം ചെറുക്കാനും തിരിച്ചടിക്കാനും നീക്കം തുടങ്ങി. അപ്പോഴും ജമ്മുവിൽ നിന്നും സൈനിക യൂണിറ്റുകളെ പിൻവലിച്ച തീരുമാനം തന്ത്രപരമായ പാളിച്ചയാണ് എന്ന വിമർശനത്തിന് മറുപടിയില്ല.